നമ്മൾ Battle in style. സ്റ്റാർട്ട് ചെയ്താണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ Do I have a plan? I'll figure it out. കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ഇറങ്ങി മക്കളെ. ഇറങ്ങിയതാണെങ്കിലോ ഒരു കുറ്റിക്കാട്ടില്ല. എന്തായാലും നമ്മൾ പ്ലെയർ ആണെങ്കിൽ കളില്ല. അങ്ങനെ നമ്മൾ വന്ന് നിർത്തി ഇറങ്ങി. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു വാശി ഉണ്ടായിരുന്നു. ആവശ്യം വരുമ്പോൾ മാത്രം വേറെ തോക്കെടുക്കുകയാണ്. ഫസ്റ്റ് കിട്ടിയ തോക്കെ തന്നെ കളിച്ചണമെന്ന്. പക്ഷേ അത്യാവശ്യം വരുമ്പോൾ മാത്രം വേറെ ഗണ്ണെടുത്താൽ മതിയെന്നാണ്. പക്ഷെ 2 ഗണ്ണ് എൻ്റെ കയ്യിലുണ്ടാവും. പക്ഷേ എനിക്ക് സ്കാർ ഇഷ്ടമല്ല. കാരണം സ്കാർ ഒന്ന് അടുത്തുനിന്ന് അടിച്ചതും ഒന്ന് വിട്ടുനിന്ന് അടിച്ചതും വേണം. അപ്പോൾ നമുക്ക് വിട്ടുനിന്ന് അടിച്ചതിന് ഫസ്റ്റ് ഗണ്ണെടുത്താൽ മതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അടുത്ത തീ കൂടി പോയി എന്നാണ് പറഞ്ഞത്. പക്ഷെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അങ്ങനെ അടി ഞാൻ വണ്ടി ചേർന്ന് നല്ലൊരു തോക്കാണ്. പക്ഷേ ഈ ഗണ്ണും എൻ്റെ ഫസ്റ്റ് ഗണ്ണ്. പക്ഷെ അതിന് വേണ്ടി ഞാൻ സ്ഥലത്ത് അതിൽ ഇരിക്കാൻ എടുത്തപ്പോൾ സൗണ്ട് ഇട്ടപ്പോൾ നോക്കിയപ്പോൾ അതും അത് അടുത്ത് പോയി അത്യാവശ്യം അവൻ ആരോ പൊക്കി തോന്നുന്നത്. അപ്പോൾ ഞാനെന്ത് റീലോഡ് ചെയ്തുകൊണ്ട് ബൈക്കല്ല ആവശ്യത്തൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ടോക്കെടുത്തുകൊണ്ട് അവിടെ പെട്ടി വെക്കുമ്പോൾ അവിടെ റിപ്പയർ കിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് പിന്നെ പെട്ടി എടുത്ത് നമുക്ക് പൈസ ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് എടുത്തത് കേട്ടോ. ആർസനൽ എടുക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ ആർസനൽ വേണ്ടതിൽ ഞാനാണെങ്കിൽ ഓനാണ് ടീമായും കാണിച്ച്. പക്ഷെ നമ്മൾ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് പൂർത്തിയാക്കി കിട്ടി. എന്തായാലും അവൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിന്. ഞാൻ ലോബിയിൽ പോയിട്ട് പിന്നെ വിളിച്ചും ചെയ്ത് കിട്ടാം. എൻ്റെ കളിയിലൊക്കെ ലൈക്ക് കിട്ടുന്നു. പിന്നെ ഞാൻ കളി അപ്പോൾ വേറെ മാക്കാനെ കണ്ടു. ആ മാക്കാനെ കണ്ട് പിന്നെ മാക്കാൻ എന്താ മാഗറ്റ് എന്തോ ആണ്. Do I have a plan? I'll figure it out. അങ്ങനെ അവിടെ ഇറങ്ങേണ്ട സ്ലോ ആണ്. അവിടെ എത്തിയപ്പോൾ 2 എനിമി ഉണ്ട് മനസ്സിലായത്. പക്ഷേ ഞാൻ ഓനെ കണ്ട് ഓനെ അടിച്ചില്ല. ഞാൻ ഉള്ളിൽ പോയിട്ട് അടിച്ചു. കാരണം അത് അത്രയാണോ ഗ്ലൂ ആയിട്ട്. അയ്യോ ഞാൻ കളി പോയി വെച്ചാൽ ഓനൊക്കെ മാഗ് ഇന്ത്യക്കൽ ചീന അങ്ങനെ പേര് അത് എന്തോ കളിച്ച് ഞാൻ ചാടിക്കൊണ്ട് പിസൈഡൊക്കെ ഞാൻ റിലോഡ് ചെയ്യാന്ന്. പിന്നെ എനിക്ക് വീണ്ടും ഇറങ്ങി വന്നാണ്ട് എന്നെ അടിച്ചിട്ടുണ്ടാ. പിന്നെ ഞാൻ മെഡടിച്ച് ജീവൻ വറ്റ പറഞ്ഞു. അതൊക്കെ മാഗാണ് ഇനി. പിന്നെ റിപ്പയർ കിറ്റ് അടിച്ചണമെന്നുണ്ടിനി. റിപ്പയർ കിറ്റ് അടിച്ചു. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഗണ്ണെടുത്ത് മാഗ് അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം നല്ലൊരു ഗണ്ണാണ്. പിന്നെ എൻ്റെ പോലത്തെ ന്യൂബാൾക്ക് ഇങ്ങനത്തെ അത്യാവശ്യം നല്ലൊരു ഗണ്ണ് ഇങ്ങനത്തെ ഒരു നല്ലൊരു മാഗ് പറഞ്ഞ ഈ ഒരു ഗണ്ണ് നല്ല ഉപകാരപ്പെടും. എനിക്ക് കിട്ടിയതൊന്ന് പോയെന്ന് പറഞ്ഞാണ് ഞാൻ വീണ്ടും ഇറങ്ങി. പക്ഷെ ആൾ കാണി ആൾ മണ്ടിനതാ ഒരേ ഓട്ടം. അപ്പോൾ ഞാനൊരു അടി കൊടുത്തു. ഞാൻ പെട്ടിയാക്കി ഹെഡ് എടുത്ത് പെട്ടിയാക്കി. എന്നിട്ട് നമ്മൾ കട്ടാനൊക്കെ വേഗം വന്നേ. അപ്പോൾ നമ്മളാണ് 2 ലെവൽ കണ്ടപ്പോൾ അപ്പോൾ തന്നെ 2 ലെവൽ റിപ്പയർ ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നടക്കുന്നത് അത് കൊടുത്ത് നമ്മൾ MP14 മറ്റേ MP14 അല്ല നമ്മളെ ഈ ദൂരത്ത് നിന്ന് ഫസ്റ്റത്തെ ഗണ്ണിൻ്റെ അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ആ ഗണ്ണിൻ്റെ കൊണ്ടെടുത്ത് മാഗ് മുന്നിൽ കിട്ടുകയാണ്. ഞാൻ കട്ടാൻ ഒഴിവാക്കി. കട്ടാൻ എനിക്ക് ആവശ്യമില്ല. പിന്നെ അവിടെ എന്താ പവർ ആരും ഇട്ടുകയുണ്ട്. അപ്പോൾ ആണ്ട് ചെന്നപ്പോൾ അവിടെ ആരും കയറി വരുന്നതാണ്. പിന്നെ ആ ബ്രോ അവിടെ നിന്ന് ഇറങ്ങി പോകണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആണ്ട് ചെന്ന് നോക്കിയപ്പോഴും ആ ബ്രോനോട് കാണാമോ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബ്രോ ബാക്ക് വേറെ സ്പീഡിൽ വണ്ടിയായിരുന്നു. ഞാൻ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണ്ട. ആ ടൈമിൽ ഒന്നും അവിടെ ഇറങ്ങി പോണിയല്ലോ വേണ്ട. അപ്പോൾ എനിക്ക് തോന്നണ നേരെ വണ്ടി കാണും. അല്ല
ഈ സിബ്ലൈന് കയറി കാണും. സിബ്ലൈനല്ലേ ഈ സംഭവത്തിൽ പേര് സഫ് ബോർഡ് കയറിപ്പോയി കാണും. ഞാൻ അങ്ങോട്ടൊക്കെ നോക്കണ്ടേ, ആകെ ഒരു കളിയാണ്. ഇതിൽ കുറഞ്ഞാൽ പിന്നെ മൈനസ്. അല്ല അപ്പോഴാണ് മറ്റൊരാൾ അവനെ പെട്ടിയാക്കാൻ തുടങ്ങിയ ഞാൻ അവസാനം ധ്യാനം ചെയ്ത് ഓൻ്റെ ലൂട്ട് കുറച്ചെടുത്ത് കാണ്ട് പിന്നെ നമ്മളെ MP14 ഉണ്ടാ ചിലക്കാരെ പതാന്ന് പറയാം. ആ ഉണ്ടെടുത്ത് കാണ്ട് നേരെ അതിന് മേലക്കന്നെ പിന്നെ എൻ്റെ കൈ കട്ടാനാ പറയാത്താൻ നമ്മൾ പെട്ടെന്ന്. പിന്നെ നമ്മളൊക്കെ മറ്റേ ബോംബിൻ്റെ ഗണ്ണെടുത്ത് അത് നമുക്ക് ആവശ്യം വരുന്നുണ്ട് കേട്ടോ കളിയിൽ. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് 300 ഒരു ടോക്കൺ കൊടുത്തുകൊണ്ട് ചാടി അടിച്ചൊക്കെ എനിക്ക് കട്ടാൻ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ കട്ടാന കൈക്കെ പിടിച്ചത് എന്താ സ്പൈഡർമാൻ്റെ സിനിമ ഉണ്ട് ഞങ്ങൾ അതിലുള്ള കാര്യം. അപ്പോഴാണ് അവിടെ ഒരു കുന്ത്രാണ്ട് അത്യാവശ്യം നല്ല കൊടുത്തിട്ട. പക്ഷെ അവിടെ ചാവാനും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ബോംബിട്ട് അതിൽ ആ ചീന പവറിട്ട് ഈ പവർ തീരെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ അവിടെ കഴിക്കണം. പിന്നെ ഓനെ പെട്ടിയാക്കി. അപ്പോഴാണ് ബാഗിന് അടിയിട്ട് അങ്ങനെ ഗ്ലൂ ആയിട്ട് കണ്ട് എവിടുന്ന് അടി ഉണ്ടെന്ന് നോക്കുന്നത്. പക്ഷെ ആകെ കാണില്ല. അപ്പോൾ ഞാൻ എനിക്കൊന്നും നോക്കിയില്ല. അവിടെ നിൽക്കുന്ന സേഫ് അല്ല മനസ്സിലായപ്പോൾ അവിടുന്ന് കണ്ടി ഇപ്പോൾ ഇവിടെ ആരെയും കൊന്നിട്ടിരിക്കണേ. ഫ്യൂഡ് ബോക്സൊക്കെ എടുക്കണില്ല. അപ്പോൾ പെട്ടിയൊക്കെ ഇട്ടിരിക്കണേ. ഞാൻ ഇവിടെ ഞാൻ നോക്കി കുറച്ച് നേരം. എനിക്ക് ആ കില്ലും കൂടി എടുക്കണമെന്നുണ്ട്. ഓവർ കോൺഫിഡൻ്റ് പോയതാണ്. ഞാൻ വണ്ടി ചെന്ന് ഞാൻ അത്യാവശ്യം കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ അവിടെ ദൂരത്ത് വന്നത് എൻ്റെ കൈയിട്ട് ഞാൻ ഗ്ലൂ വാൾ വീണ് ചെയ്ത് ഈ സൈഡിൽ ഞാൻ കണ്ടിട്ട് ചെയ്യുന്നു. ഞാൻ ഗ്ലൂ വാൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാണും ഞാൻ ഈ സൈഡിലാണ്. അതിൽ തന്നെ കുറച്ച് അവിടെ ലൂട്ടും കണ്ട് അയിമിരുന്ന് കുറച്ച് നേരം. പിന്നെ അതിൻ്റെ അടുത്ത് കുഴച്ച് അപ്പോഴാണ് അയിമെന്ന് ചാടിയത് അറിയാതെ. പിന്നെ എനിക്കറിയില്ല ഡാമും ഉണ്ട്. അത്യാവശ്യം ഡാം ഉണ്ടപ്പോൾ ഞാൻ ഗ്ലൂ ആയിട്ട് കണ്ട് ആ വഴിക്ക് പോകേണ്ടത് വഴിക്ക് തന്നെ ഇറങ്ങാൻ വിചാരിച്ച് അവിടെ ഗ്ലൂ ആയിട്ട് എങ്ങനെയെങ്കിലും അവൻ്റെ ആഡബ്ലേപ്പ് ആണെങ്കിലോ അപ്പം അങ്ങനെയും കൊള്ളാം. അപ്പോഴാണ് സ്കൈലറിൻ്റെ പവർ ഇട്ട്. സ്കൈലറാണെങ്കിൽ പവർ ഇട്ടാൽ പിന്നെ ആ ഭാഗത്തു നിന്ന് എനിക്ക് നല്ല ഹാങ് പിടിച്ചിട്ടാ. ഈ സ്കൈലറിൻ്റെ പവർ എനിക്ക് ഇട്ടാൽ നല്ല ഹാങ് പിടിച്ചു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് കുറച്ച് നല്ല മാറി. അപ്പോൾ അവന് ഉള്ളിക്കാട് പോയി. 319 പുറത്തു കാണും. അപ്പോൾ അവൻ പിന്നെ ഇറങ്ങിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറി പോകണമെന്ന് ആളെ കൈക്കൊക്കെ കിട്ടണില്ല. അങ്ങനെ ഞാൻ മണ്ടി ചെന്ന് സ്പീഡിൽ മണ്ട്ര പവർ ഇട്ടുകൊണ്ട് കുറച്ച് നേരം വന്നാണ് ഗ്ലൂവായിട്ട്. അപ്പോൾ അവൻ പിന്നെയും കൊടുത്തപ്പോൾ കൊള്ളണ്ടേ. അങ്ങനെ സ്കൈലറിൻ്റെ പവർ ഇട്ട് കാണുന്നവന് പിന്നെ കൊല്ലാൻ നോക്കി. ഹാങ് നല്ല പിടിച്ചു കിട്ടാം. പക്ഷേ ഇതേ പിടിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. എന്താ സംഭവം എനിക്കറിയാം. ഞാൻ ബാക്ക് കണ്ടു. പിന്നെ അവിടെ നിൽക്കുന്ന സേഫ് അല്ല മനസ്സിലായപ്പോൾ ബാക്കുന്നു വേണ്ടാ. രണ്ടാമത്തെ കളിച്ച് അവൻ പിന്നെയും ഗ്ലൂ ആയിട്ട് അത് ഇതിൻ്റെ കൈ എത്തിക്കാണ്ടൊരു ഗ്ലൂ ആൾ വീണിട്ടാ. അപ്പോഴൊക്കെ ഓനെ ആരോ പെട്ടിയാക്കി തോന്നുന്നുണ്ട്. ബാക്കിൽ ആരോ പെട്ടിയാക്കിയാണ് തോന്നുന്നുണ്ട്. പക്ഷെ നോക്കിയപ്പോൾ പിന്നെ ഓൻ്റെ അവിടെ ആരും ഉള്ള മാതിരി തോന്നി. പക്ഷെ അവിടെ ആരും ഇല്ലാന്ന്. ഞാൻ ആണ്ട് ചെന്ന് വണ്ടി ചെല്ലാൻ നോക്കി. അവിടെ ആരും ഉള്ളതായി പിന്നെ തോന്നിയിട്ടാണ്. ഞാനെന്ത് ആണ്ട് ചെന്നു. അതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല. ഇവിടെ നല്ല എന്താണ് മണക്കിന് ഉണ്ട കണ്ടപ്പോൾ ആൾക്കെടുത്ത് MP14 കൊണ്ടിരുത്ത് വണ്ടി മേലെ കയറി. മേലെ ഉണ്ടാകാൻ നോക്കാൻ. പക്ഷെ മേലെ ആരും കണ്ടില്ല. ചാടി കുറേ നേരം ഇങ്ങനെ നോക്കി എന്നിട്ട് അടിക്കണം ചാടി. നല്ല ദിവസം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ സൈഡ് കന്നാൽ ഈ കാലമാടം വണ്ടി നമ്മളെ പവർ അത് ഹാമറിൻ്റെ ഒക്കെ പവറും പിന്നെ ഈ പവറിൻ്റെ പേര് കഴിയില്ല കേട്ടോ. മറ്റേ ഹാമർ എന്ന് പറയല്. അതിൽ ഈ പവർ നമ്മൾ എന്താണ് കൂട്ടി 300 കൊടുത്ത് അങ്ങനെ നമ്മൾ മണ്ടിച്ചെല്ലാം വിചാരിച്ച്. എനിക്ക് പിന്നെ ഫ്രീ ഫയറിനായിട്ട് അതിനകത്തൊന്നും അറിയില്ല. അതിൻ്റെ ന്യൂബാണ്. അത് ആദ്യം തന്നെ അറിഞ്ഞില്ല. അക്കൗണ്ട് പിന്നെ എൻ്റെ അക്കൗണ്ട് ബാനായി. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ അക്കൗണ്ട് ഇങ്ങനെ കളിച്ചാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് സൈഡിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് ഇട്ടപ്പോൾ ഞങ്ങൾ ആണ്ട് പോയോ കഴിച്ച്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടാ. നമുക്കും വേണ്ടത് ഇത്ര കഷ്ടപ്പെട്ട് നമ്മളിടുന്ന വീഡിയോക്ക് നമ്മൾ ഓരോ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് വേണ്ടി നമ്മളിടണം. പക്ഷെ നമ്മൾ ഗണ്ണൊക്കെ ഇങ്ങനെയിട്ട് കുറച്ച് ഷുവർ കീപ്പ് ചാടി സൗണ്ടൊക്കെ കൂട്ടി. അപ്പോഴാണ് ഇവിടെ എങ്ങനെയുണ്ട്. അയ്യോ ഇവിടെ ഞാൻ മൂഞ്ചിക്കും സത്യം വേണ്ട.
പക്ഷേ ക്ലോട്ട് അവിടുന്ന് കുറച്ച് സ്ലോ ആയപ്പോൾ കുറച്ച് പേടിച്ച് എല്ലാം നേരെ കൊണ്ട് പൊക്കി. സെക്കൻഡ് ടീമേറ്റ് ഇപ്പം ഇറങ്ങുമെന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ ആ പൊക്കിയത് അവസാനമാണ് ഞാൻ നിന്നുകൊണ്ട് എനിക്കാ കിട്ടിക്കണേ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറായി നിന്ന് കുറേ നേരം നോക്കി. ആരും കണ്ടില്ല. അത് ചാടി ഇറങ്ങി മേലക്കൊക്കെ നോക്കി ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിലോ എവിടെയെങ്കിലും പൊക്കിയാണ്ട്. അപ്പോഴാണ് നമ്മളവിടെ ഹൈഡ്രോപ്പ് കണ്ടത്. നമുക്കാണെങ്കിൽ വെസ്റ്റ് 2 ലെവലും മറ്റേതാണെങ്കിൽ 3 ലെവലും നമ്മൾ ഹെൽമെറ്റ്. അപ്പോൾ നമുക്ക് വി ലെവലാക്കാൻ നമ്മളെന്ത് ചെയ്ത് ഹൈഡ്രോപ്പ് എടുക്കാൻ. ആ ഹൈഡ്രോപ്പ് എടുത്താണ് വലിയ പ്രശ്നം. അത് ഹൈഡ്രോപ്പ് എടുത്തിയിൽ പിന്നെ എനിമീസ് ഞാൻ ഇവിടെ ഉള്ളതാണ്. അതിൽ എല്ലാ ഭാഗത്തുനിന്നും എനിമികളെ നോക്കുന്നുണ്ട്. ആ സ്ഥലത്തുമ്പോൾ ചാടിക്കൊണ്ട് അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ലിഫ്റ്റ് മതി കയറാത്ത കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നോക്കാം. ഞാൻ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഹോയ് ഇതൊക്കെ നമുക്ക് ഷീൽഡായിട്ടാണെന്ന് തോന്നുന്നത്. നമുക്ക് ഇവിടെ ഇരുന്നാണ്ട് ഇങ്ങനെ ഇരിക്കാം. വേണമെങ്കിൽ ക്ലോസറ്റായിട്ട് ഉപയോഗിക്കാം. പ്രൈവസി ഉള്ള ഒരു സാധനമാണ് അത്. അപ്പുറത്തും പോകുന്നുണ്ടോ? ഇപ്പോൾ ഫുൾ പ്രൈവസി ഉണ്ടാവും. പിന്നെ ഈ പെട്ടി കണ്ട് നമുക്ക് എടുത്ത് പൊട്ടിച്ച് അതിനുള്ളിൽ നമുക്ക് നല്ല നമുക്ക് വീ കിട്ടിയിരുന്നു. ഇനി വേണ്ട. അപ്പോഴാണ് ആളെ ഇങ്ങനെ അടിച്ചിട്ട് കയറിയ ഒരടി. ഞാൻ പറഞ്ഞില്ല ആ എയർ ഡ്രോപ്പ് എടുക്കാൻ നിന്നാണ് വലിയ പ്രശ്നമായത്. ഓടെ കയറാണ്. നമ്മൾ ജയിക്കാനുള്ള കളിയാണ്. ബാക്കി 5 ആളുള്ള കണ്ടപ്പോൾ അതിൻ്റെ കളി ഉണ്ടോ വിചാരിച്ച്. ബാക്കി ഫുള്ള് ന്യൂബന്മാരാണ് വിചാരിച്ചപ്പോഴാണ് നല്ല മൂഞ്ചലിട്ടി. ഇത്രയും വലിയ തോൽവി ഞാൻ എവിടെ തോറ്റിട്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്ലാറ്റിനം 1 ആയി. ഓക്കെ.